സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ മോവാബിൻ്റെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വിളിച്ച് വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. 2 വാക്യം. പാട്ട് പ്രത്യേക സ്തുതിഗീതങ്ങൾ യേശുവിലുള്ള വിശ്വാസികൾക്ക് യുദ്ധത്തിനും സമാധാനം കണ്ടെത്താനുള്ള മാർഗമാണ്. യഹോശാഫാത്ത് രാജാവ് തനിക്കെതിരെ യുദ്ധത്തിന് വന്ന വലിയ സൈന്യത്തെ അഭിമുഖിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് കണ്ടെത്തി. 2 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ഭയചകിതനായ രാജാവ് സകല ജനത്തെയും പ്രാർത്ഥനയും ഉപവാസത്തിനുമായി വിളിച്ചുകൂട്ടി. മറുപടിയായി ശത്രുവിനെ നേരിടാൻ പടയാളികൾ നയിപ്പാൻ ദൈവം അവനോട് പറഞ്ഞു, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹോശാഫാത്ത് ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. പടയാളികളുടെ മുൻപിൽ പോകുവാനും അവർ കാണുമെന്ന് വിശ്വസിച്ച വിജയത്തിനായി ദൈവത്തെ സ്തുതിപ്പാനും അദ്ദേഹം സംഗീതക്കാരെ നിയമിച്ചു. അവർ സംഗീതം ആരംഭിച്ചപ്പോൾ അവർ ശത്രുക്കളെ അത്ഭുതകരമായി പരാജയപ്പെടുത്തുകയും തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്തു. വിജയം എല്ലായ്പ്പോഴും നാം ആഗ്രഹിക്കുന്ന സമയത്തോ രീതിയിലോ അല്ല വരുന്നത്. എന്നാൽ നമുക്കായി ഇതിനകം നേടിയ പാപത്തിനും മരണത്തിനും എതിരായ യേശുവിൻ്റെ അത്യന്ത വിജയം നമുക്ക് എപ്പോഴും പ്രഖ്യാപിക്കാം. ഒരു യുദ്ധമേഖലയുടെ മധ്യത്തിൽ പോലും മനോഭാവത്തിന് വിശ്രമിക്കാൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് നിങ്ങൾക്ക് ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? യേശു നിങ്ങൾക്കായി നേടിയ വിജയത്തിലേക്ക് നിങ്ങളെ എങ്ങനെ മുന്നേറാനാകും? പ്രാർത്ഥിക്കും. പ്രിയ ദൈവമേ, അങ്ങയുടെ ശത്രുക്കൾക്ക് ശക്തനാണ്. ഞാൻ ഇന്ന് അങ്ങയുടെ നാമം വിശ്വസ്ത ഉയർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളുടെ ദൈവം നേർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.